നമസ്കാരം. കൊറോണ ഒരുപാട് ജീവിതങ്ങളിൽ അവസരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, അതുമാതിരി തന്നെ ഒരുപാട് പ്രതിസന്ധികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചില ജീവിതങ്ങളിൽ അവർ നേരിട്ട പ്രതിസന്ധികൾ അവർ പിന്നീട് അവസരമാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടായത്. അപ്പം അത്തരത്തിൽ കൊറോണയിലുണ്ടായ ഒരു ജീവിത പ്രതിസന്ധിയെ നേരിടുകയും അതിനൊരു സംരംഭമായി മാറ്റുകയും ചെയ്ത ഒരു എന്താ പറയുക, വളരെയധികം സക്സസ്ഫുൾ ആയ ഒരു ബിസിനസിന്റെ ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയുമായാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സവിത മാം ET എന്ന ബ്രാൻഡിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്വിസാറ്റിൽ വെച്ച് അവരുടെ പ്രോഡക്റ്റ്, പുതിയൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടും അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, നമുക്ക് ചോദിച്ചറിയാം. സവിത മാം, എന്താണ് ET? എന്തൊക്കെയാണ് ETയിലൂടെ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത്? ഞങ്ങളുടെ കമ്പനിയുടെ പേര് ദേശം അഗ്രോ ഫുഡ്സ് എന്നാണ്. അതിന്റെ നമ്മുടെ ബ്രാൻഡാണ് ET. ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇടിയിറച്ചിയാണ്. റെഡി ടു ഈറ്റ് ആണ് ഇടിയിറച്ചി. അതുകൂടാതെ നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ വീട്ടിലുണ്ടാക്കുന്നതാണ്. പിന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി, തേങ്ങാ ചമ്മന്തിപ്പൊടി, മീൻ അച്ചാറുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് പൊതുവിൽ എല്ലാ വീട്ടമ്മമാരും മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഭക്ഷ്യ സാധനങ്ങളായിരിക്കും ആണല്ലോ, പൊതുവെ അങ്ങനെയാണ് വരാറുള്ളത്. അപ്പം നമ്മളുടെ കഴിവ് കൂടുതൽ ആ ഒരു ഏരിയയിലായതുകൊണ്ടാണല്ലോ നമ്മൾ വരുന്നത്. എന്ത് തരത്തിലുള്ള വ്യത്യാസമാണ് മാം മാർക്കറ്റിലോട്ട് കൊണ്ടുവന്ന ഈ ET എന്ന് പറയുന്ന ബ്രാൻഡിനുള്ളത്? മറ്റുള്ള സംരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തത എങ്ങനെയാണ് നിലനിർത്തുന്നത്? നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. റെഡി ടു ഈറ്റ് ആണ്. നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സ് ചേർക്കണില്ല. നമ്മൾ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് 2 മാസം നമുക്ക് ഷെൽഫ് ലൈഫാണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇതിന് യാതൊരു പ്രോബ്ലംസും ഇല്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചില പ്രോഡക്ട്സ് ഒക്കെ കഴിച്ചാൽ നമുക്ക് വയറിന് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. ഇത് നമ്മൾ കുറെ പേരുടെ നമ്മൾ റിവ്യൂസ് ഒക്കെ എടുത്തിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പുറത്ത് പോകുന്നവരൊക്കെ നമ്മുടെ അടുത്തുനിന്ന് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങണുണ്ട്. അതും ബൾക്കായിട്ടാണ് നമ്മുടെ അടുത്തുനിന്ന് മേടിച്ചിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും നമ്മൾ കഴിച്ചവരൊക്കെ വീണ്ടും നമ്മളെ വിളിച്ച് ഫോൺ ചെയ്ത് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, വളരെ നല്ലതാണ്, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനിയും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരാമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ. ഇപ്പം ഇതൊരു ബ്രാൻഡ് മാത്രമാണെന്നുള്ളത് പറഞ്ഞല്ലോ. മാമിന്റെ ആ കമ്പനിയെ കുറിച്ചൊന്ന് എന്താണ് ആ കമ്പനി, എന്തൊക്കെയാണ് മറ്റു പ്രോഡക്റ്റുകൾ ആ കമ്പനിയിൽ നിന്ന് വരുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാൻ. ദേശം അഗ്രോ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിംഗും ഉണ്ട്, മാർക്കറ്റിംഗും ഉണ്ട്. രണ്ടും നമ്മൾ തന്നെ ചെയ്യണുണ്ട്. ഇടിയിറച്ചിയാണ് നമ്മൾ മെയിൻ പ്രോഡക്റ്റ്, നമ്മുടെ ഇടിയിറച്ചിയാണ്, അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണത്. അതുകൂടാതെ തേങ്ങ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഉണക്കച്ചെമ്മീനൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുത്ത് മെഷീനിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇടിയിറച്ചിയാണെങ്കിൽ നമ്മൾ ഉണക്കണത് തീയിലും പുകയിൽ ചൂടത്ത് അങ്ങനെയല്ല നമ്മൾ ഉണക്കണത്. നമ്മൾ 100% ഹൈജീനിൽ നമ്മൾ ഡ്രയറിൽ വെച്ചാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത്. അപ്പം ഈ ഒരു സംരംഭകയായിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പൊ 1 വർഷത്തിന്റെ അടുത്തായി. അപ്പം ഈ സംരംഭക എന്നുള്ളതിന്റെ മുന്നേ ഉള്ള ഒരു കാലഘട്ടം എങ്ങനെയാണ് വരുന്നത്? എന്തായിരുന്നു? ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിച്ചുട്ടത് അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതപ്പോ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് നമുക്ക്. പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമ്മൾ ചെയ്യുന്നത് പക്ക പെർഫെക്റ്റ് ആണെന്നുള്ളൊരു ആത്മവിശ്വാസവും നമുക്കുണ്ട്. എവിടെയും നമുക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാം ഇതാണ് ചെയ്യണത് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു വിലയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു സംരംഭക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ്. ഇപ്പൊ ഈ കമ്പനിയുടെ ഭാഗമായിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട്, ബേക്കറീസിൽ, പിന്നെ ഓൺലൈൻ മീഡിയ വഴി നമ്മളിപ്പോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് നമ്മളിവിടെ കുസാറ്റിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം, വാട്സപ്പ് വഴി, അതുപോലെ ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റ വഴിയൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിന് നമുക്കൊരു ഗൈഡൻസ് കിട്ടിയത് കുസാറ്റിൽ വന്നവിടുത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ്. അപ്പൊ അതില് കുസാറ്റിന്റെ ഒരു ഇതെന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു അഭിനന്ദനാർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നത്. നമുക്ക് അങ്ങനെ ഒരു പഠന ക്ലാസ് വന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റും. മറ്റേ നമ്മൾ കുറച്ചൊരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കായിരുന്നു. ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏരിയ അല്ലല്ലോ, നമ്മൾ മൊത്തം കവർ ചെയ്യാണല്ലോ. എങ്ങനെയാണ് ക്വിസാറ്റിലേക്ക് എത്തിപ്പെടുന്നത്? അതിന് എന്തെങ്കിലും സ്റ്റോറിയൊക്കെ ഉണ്ടോ? നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വഴി വന്നതാണ് ഒരു മെസ്സേജ്. ഇങ്ങനെ വനിതാ സംരംഭകർക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും കുസാറ്റിലും സംയുക്തമായിട്ട് ഒരു ക്ലാസ് നടത്തുന്നു. അപ്പൊ അതിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ വിളിച്ച് ചോദിച്ച് അങ്ങനെ അറ്റൻഡ് ചെയ്തതായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ ഹയർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുസാറ്റില് ട്രെയിനിങ് കിട്ടിയത്.
എന്താണ് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് ലൈസൻസിങ്ങിനെ പറ്റി, പിന്നെ മായം ചേർക്കലിന്റെ കാര്യങ്ങള്, പിന്നെ ലൈസൻസുകള്, പാക്കിങ്ങിനെ പറ്റി, സീല് ചെയ്യണതിനെ പറ്റി, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതും എന്തെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നതിൽ കൂടുതൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ ഒരു പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നത് കുസാറ്റാണ്. ഇപ്പം ഭക്ഷ്യവസ്തുക്കളാണല്ലോ പ്രധാനമായിട്ട് ഇറക്കുന്നത്. അപ്പൊ അതിനകത്ത് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം വളരെ പ്രധാനമാണ്. അത് മാത്രമല്ല, നമ്മൾ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു അതിന്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്? എവിടെ വെച്ചാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്? ആ ഫാക്ടറിയെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒന്ന് വിശദാക്കാനായിട്ട്. നമ്മുടെ വീടിനോട് ചേർന്നാണ് നമ്മൾ ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ ചെയ്യണത്. എല്ലാം നമ്മൾ 100% ഹൈജീനിലാണ് നമ്മളെല്ലാം ചെയ്യണത്. മെഷീനിൽ വെച്ചാണ് ഇത് ഉണക്കണത്. അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം അറേഞ്ച് ചെയ്തിട്ട് അവിടെയാണ് ചെയ്യുന്നത്. സ്റ്റോറിങ്ങും എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. എംപ്ലോയീസ് കൂടെ ഉണ്ടോ അതോ തനിച്ചാണോ ഈ പ്രവർത്തനം? ഇപ്പൊ ഞങ്ങളിപ്പോ 3 പേരായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ അപ്പുറത്തെ വീട്ടില് ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, പിന്നെ നാത്തൂനുണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇപ്പൊ ഒരു പ്രവർത്തനം, ഇപ്പൊ മെഷീനൊക്കെ വാങ്ങിക്കാന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫണ്ട് ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് എടുത്താണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. നമുക്ക് 2-3 പേര് നമുക്ക് അങ്ങനെ ലോണിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷെഡ് ഒന്നും കൂടി നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് വലിയൊരു ഡ്രയറൊക്കെ വാങ്ങി നമുക്ക് ഇത്തിരി കൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ആവാനായിട്ട്. എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ് ഇപ്പൊ ഈ ഒരു സംരംഭകത്വത്തിലേക്ക് കടന്നതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? എങ്ങനെയാണ് ഇപ്പോഴുള്ള ഒരു ജീവിതം? എങ്ങനെയാണ് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നമുക്ക് കടന്നു ചെല്ലാം. എവിടെയും നമുക്കൊരു വില നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഒരു സംരംഭക എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും നമുക്ക് അതിനുള്ള ഏർണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നൊരു സാലറിന്ന് ഉപരി നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ്സിൽ നിന്ന് നമുക്ക് കാശ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണത്. നമുക്ക് സാലറി ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിന് ലിമിറ്റ് ഇല്ല. സാലറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് എത്ര വർക്ക് ചെയ്താൽ ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു എനിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പ്രതിസന്ധികളിൽ നിൽക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരോട് എന്താണ് ഞാൻ എന്ന സംരംഭക എന്ത് പറയണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നുണ്ട്? നമുക്ക് എല്ലാ സംരംഭം തുടങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ പേടിയാണ്. എന്താവും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ പേടിയുടെ ആവശ്യമില്ല. ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശുദ്ധമായതെല്ലാം നമുക്ക് എല്ലാവർക്കും എല്ലാം നല്ല ക്വാളിറ്റിയിൽ കിട്ടണമെന്നാണ്. വില ആർക്കും ഇന്നത്തെ കാലത്ത് പ്രശ്നമല്ല. അപ്പൊ വിലയേക്കാൾ ഉപരി എല്ലാവരും ഹൈജീൻ ആയിട്ടുള്ളത് നല്ല സാധനം വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും പ്യൂർ സാധനം കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും. അതാണ് ഈ കാണുന്ന ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ മേളകളൊക്കെ പോകുമ്പോൾ കാണാൻ സിമിലർ ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പം ഈ കോമ്പറ്റീഷൻ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക ബിസിനസ് ഐഡിയകളൊക്കെ ഉണ്ടോ? നമ്മുടെ കൂട്ടുകളും പ്രോപ്പർ നമ്മുടെ മിക്സ് ചെയ്യണത് നമ്മൾ അതിന്റെ റെസിപ്പി നമ്മൾ ആരായിട്ടും പറഞ്ഞു കൊടുക്കില്ല. അത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ പല പ്രാവശ്യം ചെയ്ത് നോക്കി നമ്മൾ സക്സസ് ആയിട്ടാണ് നമ്മളിത് ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മൾ കഴിച്ചു നോക്കി. അതിന് പിന്നെ അയൽവക്കങ്ങളിൽ കൊടുത്തു നോക്കി. അങ്ങനെ റിലേറ്റീവ്സിന് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു നോക്കി. എല്ലാവരിൽ നിന്ന് റിവ്യൂസ് എടുത്ത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തത് ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇപ്പം ഈ ഒരു തുടങ്ങിയൊരു ചെറിയ ഷെഡാണെന്ന് പറഞ്ഞു, അതിൽ നിന്ന് വലുതാക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം വലുതാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു വലിയ സ്വപ്നം എന്താണ്? അല്ലെങ്കിൽ ഒരു വിഷൻ എന്താണ് ഇപ്പം സവിത മാമിനുള്ളത് ഈ ഒരു സംരംഭത്തിൽ? ഇപ്പൊ നമുക്ക് കുറച്ച് ബ്രാൻഡുകൾ നമുക്ക് ഈ ഇടിയച്ചിട്ട് ചെയ്യുന്ന വേറെ ബ്രാൻഡുകളുണ്ട്. അവരിൽ നിന്ന് നമ്മുടെ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ പലരും വിളിച്ച് നമുക്ക് ബൾക്കായിട്ട് ഓർഡേഴ്സ് തരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അവരിൽ നിന്ന് മുന്നിലെത്തി നമുക്ക് ഒരു കമ്പനിയായിട്ട് നമുക്ക് നല്ലൊരു സംരംഭം ഇതായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ്. ഈ ഒരു സംരംഭത്തിലേക്ക് കടക്കുന്ന സമയത്ത് കൊറോണ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്യാനായിട്ട് സാധിച്ചത്? എല്ലാവരും നമ്മുടെ അടുത്ത് ഇങ്ങനെ തുടങ്ങിയ അയൽവക്കങ്ങളൊക്കെ നമ്മളിങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ സമയത്തൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ വിജയിക്കുവോ
അതും ഇതാവുമ്പോ ഇതിന് ഇടിയിറച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മേടിക്കുന്ന സാധനമല്ല, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് തോന്നി തുടങ്ങണോ. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മള് ജീവിക്കണം, എന്തായാലും നമുക്ക് മുന്നേറണം. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതാണ്. ഹസ്ബൻഡ് ആണെങ്കിലും നമുക്ക് എല്ലാ സപ്പോർട്ടിനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സന്തോഷം എന്താണ് ഇപ്പം ഈ ഒരു സംരംഭകയായി എന്നുള്ളതില് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ഏതായിരിക്കും? നമുക്ക് ഫാമിലി തന്നെ, നമുക്ക് പുറത്തു പോയി നമുക്ക് കാലത്ത് ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് കാലത്ത് പോയി വൈകിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആകെ ഒരു റഷാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാമൻ കൂളായിട്ട് നമുക്ക് നമ്മുടെ വർക്കും ചെയ്യാം, നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം, എല്ലാത്തിലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനുള്ള സമയം നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ആ വർക്ക് ചെയ്യണു. അല്ലാത്തത് കാര്യങ്ങൾ നമ്മൾ ഫാമിലിയിലത്തെ കാര്യങ്ങളെല്ലാം നോക്കണു. അപ്പൊ നമുക്ക് രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് നമ്മൾ പുറത്ത് പോവാത്തത് കൊണ്ട് നമുക്ക് വേറെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യേണ്ട പ്രശ്നം നമുക്ക് വരുന്നില്ല. ഇപ്പൊ പറഞ്ഞല്ലോ സെയിൽസിന്റെ ഒരു കാര്യമൊക്കെ പറഞ്ഞല്ലോ, സൂപ്പർ മാർക്കറ്റിലും കാര്യങ്ങളാണ് കൊടുക്കുന്നത്, വളരെ കുറച്ച് മാത്രമാണ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ എന്നുള്ള ഒരു ഭാഗത്ത് വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പൊ സോഷ്യൽ മീഡിയനെ പറ്റി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ധാരണ വന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്താണ് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ എന്തെങ്കിലും? നമ്മള് ആമസോൺ വഴിയൊക്കെ നമ്മൾ അതിന്റെ ഒക്കെ പ്രോസസ്സിംഗിലാണ്, സെയിൽ ചെയ്യാനുള്ള പ്രോസസ്സിംഗിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ സെർച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇടിയിറച്ചി സെർച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് ഇതിന്റെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും അറിയണല്ലോ. അപ്പോഴേ നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രോസസ്സിംഗിലാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സവിത എങ്ങനെയുള്ള സവിത ആയിരിക്കണം എന്ന് വല്ല ആഗ്രഹമുണ്ടോ? എങ്ങനെയാണത്? ഒരു കമ്പനി സിഇഒ ആയിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഒരു കമ്പനി സിഇഒ ആയിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബ്രാൻഡായിട്ട് ഈറ്റി മാറട്ടെ. അതുവഴി എല്ലാ തരത്തിലും സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും മാത്രമല്ല എല്ലാവർക്കും അതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നലെ ആ ഒരു പ്രോസസ്സ് നടന്നതുപോലെ തന്നെ, ആ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് നടന്നതുപോലെ തന്നെ ഏറ്റവും നന്നായി ഈ ഒരു പ്രോഡക്റ്റ് വിറ്റുപോയി ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വനിതയെ ഒരു 10 വർഷം കഴിഞ്ഞിരുന്ന് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.